ജവ സ്ഥിരത്വം രേഖാച്ച ഭ്രമരി ദൃഷ്ടിരശ്രമഃ മേധാ ശ്രദ്ധ വജോ ഗീതം പാത്ര പ്രാണ ദശസ്മൃതാഹ. ജവഹ എന്ന് പറയുന്നത് സ്പീഡാണ്. ഒരു നർത്തകിനെ സംബന്ധിച്ച് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് അത്യാവശ്യം സ്പീഡ് വേർതിരിച്ച് കളിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാവണം. സ്ഥിരത്വം എന്ന് പറയുന്നത് ഏത് സ്പീഡിൽ കളിച്ചാലും അതിനൊരു സ്ഥിരത ഉണ്ടാവണം, ഒരു സ്റ്റെഡിനെസ് ഉണ്ടാവണം ആ കളിക്കുന്നതിൽ. രേഖ എന്ന് പറയുന്നത് ലൈൻ സെഗ്മെന്റ്സ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് നൃത്തത്തില് ഒത്തിരിയേറെ ലൈൻ സെഗ്മെന്റ്സ് കാണാം. ഇപ്പൊ നമ്മൾ അരമണ്ഡലം വെക്കുന്നത് കാല് രണ്ടും ഏതാണ്ട് ഒരു ലൈൻ പോലെയാണ്, കൈ പിടിക്കുന്നത് ഒരു ലൈൻ പോലെയാണ്. അങ്ങനെ എല്ലാം തന്നെ ഓരോ ലൈൻ സെഗ്മെന്റ്സ് ആണ്. ആ ഒരു സെൻസ് ആണ്. ഭ്രമരി എന്ന് പറയുന്നത് സർക്കുലർ മൂവ്മെന്റ്സ് ആണ്. എന്ന് വെച്ചാൽ കറങ്ങാനുള്ള ഒരു കഴിവിനെയാണ്. നമ്മൾ കറങ്ങി വരുമ്പോഴും അതൊരു ബാലൻസിൽ തിരിച്ച് ലാൻഡ് ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടാവണം, സ്ഥിരത ഉണ്ടാവണം. അങ്ങനെ കറങ്ങി കറങ്ങി കളിക്കാനുള്ള ഒരു കഴിവുണ്ടാവണം. ദൃഷ്ടി എന്ന് പറയുന്നത് നല്ല വിടർന്ന കണ്ണ് എന്ന് പറയാം. അതുപോലെ തന്നെ കണ്ണ് നല്ല വിടർന്നത് ആയതുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മളുടെ ആ ഒരു ലുക്സ് പ്രോപ്പർ ആയിരിക്കണം. നൃത്തത്തെ സംബന്ധിച്ച് കണ്ണിന്റെ നോട്ടങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. അപ്പൊ ആ നോട്ടം കൊടുക്കുന്നതിന് ആ ഓരോ നോട്ടങ്ങൾക്കും ഒരു ജീവൻ ഉണ്ടാവുക എന്നുള്ളതാണ്. ആ കണ്ണ് നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട്, നല്ല ഭംഗിയായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു കഴിവുണ്ടാവണം. അശ്രമഹ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സ്റ്റാമിന ഉണ്ടാവണം എന്നും മനസ്സിലാക്കാം. നമ്മൾ കുറച്ച് ടയേർഡായി പോയാലും അത് ഓഡിയൻസിലേക്ക് നമ്മൾ എത്തിക്കാത്ത രീതിയിൽ നമുക്കത് മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ടാവണം. മേധ എന്ന് പറയുന്നത് ഒത്തിരി ബുദ്ധിയുള്ള, വളരെ ഇന്റലക്ച്വൽ ആയിരിക്കണം, വളരെയേറെ ബുദ്ധിയുള്ള ഒരാളായിരിക്കണം. ശ്രദ്ധ എന്ന് പറയുന്നത് ശ്രദ്ധിക്കാനുള്ള, കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവണം. വജഹ ഒരു ചൊല്ലൊക്കെ പറയാനുള്ള, നന്നായി ചൊല്ലൊക്കെ പറഞ്ഞ് കളിക്കാനുള്ള, സംസാരിക്കാനുള്ള നല്ല കഴിവുണ്ടാവണം. ഗീതം എന്ന് പറയുന്നത് നമ്മൾ വളരെയേറെ വലിയ സംഗീതജ്ഞയാവണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് സംഗീതത്തിനെ കുറിച്ചുള്ളൊരു സെൻസ് ഉണ്ടാവണം. ഒരു പാട്ട് കേട്ടാൽ അതിന്റെ രീതിയിൽ കളിക്കണമെങ്കിൽ, ആ ഒരു താളത്തിലൊക്കെ കളിക്കണമെങ്കിൽ പാട്ടിനെ കുറിച്ച് നല്ല സെൻസ് ഉണ്ടാവണം. ഇങ്ങനെ ആന്തരികമായി 10 ഗുണങ്ങളാണ് അഭിനയദർപ്പണ പ്രകാരം ഒരു നർത്തകിക്ക് ഉണ്ടാവേണ്ടത്. മറ്റൊരു രീതിയിൽ നമുക്ക് മനസ്സിലാക്കുവാണെങ്കിൽ ഈ 10 ഗുണങ്ങളും ഡെവലപ്ഡ് ആവാൻ കഴിവുള്ളൊരു മേഖലയാണ് നൃത്തം എന്നും മനസ്സിലാക്കാം. ഈ 10 ക്വാളിറ്റിയിൽ ഈ പറയുന്ന ഓരോ ക്വാളിറ്റിയും നമുക്ക് ഡെവലപ്പ് ചെയ്ത് വരാനുള്ള ഒരു കഴിവ് ഒരു നർത്തകിക്ക് ഉണ്ടെന്നും മനസ്സിലാക്കാം. ഇത്രയും ഗുണങ്ങൾ ഉള്ളവരാണ് നർത്തകർ, നർത്തകിമാർ എന്നും മനസ്സിലാക്കാം.